ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശമെന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവൻ്റെ മൊഴികൾ എന്ന ദൈവവചന പരമ്പരയുമായി വരുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിലിടയാക്കി കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇതിൽ എനിക്ക് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്തായിരുന്നു? യേശുക്രിസ്തു ഏക രക്ഷകൻ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ യോവേലിൻ്റെ പുസ്തകത്തിലായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. യോവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു എന്താണ്? മറ്റൊരുത്തനില്ല എന്ന യഹോവയായ ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ യോവേലിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കണ്ടു. അതായത് 2-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനില്ല എന്ന് നിങ്ങൾ അറിയും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് തൃത്വസ്നേഹിതർ പറയുന്നു, 2-ാമത്തെ ആളാണ് യേശുക്രിസ്തു, അവനാണ് നമ്മളെ വന്ന് രക്ഷിച്ചതെന്ന് പല ആളുകളും പറയുന്നത് നമുക്കറിയാം. കാരണം ദൈവം അയച്ചിട്ട് വന്നു, അയച്ച ദൈവമുണ്ട്, വന്ന ദൈവമുണ്ട്, അങ്ങനെ 2-3 ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുവരെയും അങ്ങനെ ഒരു തത്വത്തെക്കുറിച്ച് ഇന്നുവരെ അവർക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ബൈബിൾ കോളേജുകളിൽ പോയി പഠിച്ചിട്ട് അങ്ങനെയുള്ള തിയോളജികൾ എടുത്തിട്ട് വന്നിട്ട് പ്രസംഗിക്കുകയാണ് ദൈവത്തിൽ 3 പേരുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ജനത്തെ എത്ര പരമായിട്ട് വിഡ്ഢികളാക്കാം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കണ്ണുമൂടുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞപ്പോൾ മറ്റൊരാളില്ല, ഇതേ കാര്യം തന്നെ പത്രോസ് അപ്പോസ്തലൻ ആദ്യത്തെ തൻ്റെ സന്ദേശത്തിൽ അത് വെളിപ്പെടുത്തി. ദൈവം ഏകനാണ്, ദൈവത്തിൽ മറ്റൊരാളില്ല, അത് യേശുക്രിസ്തു തന്നെയായിരുന്നു ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. എൻ്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ പരിചയം, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും തന്നെ. എൻ്റെ രക്ഷിതാവേ, നീ എന്നെ സാഹസത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ഇപ്പോൾ പഴയ നിയമ ഭക്തന്മാർക്കെല്ലാം യഹോവ ദൈവം എന്നത് കൂടാതെ ഒരു രക്ഷകൻ കൂടി ആണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പഴയ നിയമ ഭക്തന്മാരെല്ലാം യഹോവയായ ദൈവത്തെ രക്ഷകനായിട്ട് തന്നെയായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106-ൻ്റെ 21 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, മിസ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നുകളഞ്ഞു. അപ്പം ദൈവത്തെ ഒരു രക്ഷിതാവായിട്ടാണ് അവിടെ അവർ എന്ത് ചെയ്തേക്കുന്നത്? സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന് രക്ഷകൻ എന്ന റോള് കൂടി ദൈവം ചെയ്യുന്നതായിട്ടും അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 136-ൻ്റെ 4 വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 136-ൻ്റെ 4 നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 136-ൻ്റെ 4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അല്ലേ?
ഏകനായി നിന്നുകൊണ്ട്. അപ്പോൾ ഏകനാണ്, ഒറ്റയ്ക്കാണ് എന്നുള്ള തരത്തിലാണ് ഏകനെന്ന് ദൈവത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് മറ്റൊരാളുടെ ആവശ്യം ഇല്ല. തനിക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുക്രിസ്തു എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു, അല്ലേ? അപ്പോൾ യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തു എന്താണ്? ഏകനായി ദൈവം, ഏകനായി നിന്നുകൊണ്ട് അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യേശുക്രിസ്തുവിലൂടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ യെശയ്യാവിൻ്റെ പുസ്തകം, യെശയ്യാ പ്രവാചകനാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പഠിച്ചപ്പം യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കുന്ന ദൈവത്തിനാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പം യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 3-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ, നിൻ്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സേബയും കൊടുത്തിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. അവിടെയും യെശയ്യാവ് എഴുതിയിരിക്കുകയാണ്, വേറെ രക്ഷിതാവില്ല, ഒരു രക്ഷിതാവേ ഉള്ളൂ, ഒരു യഹോവയേ ഉള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തൃത്വം പറയുന്നു രണ്ടാമത്തെ ആൾക്കും ദൈവത്വം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം അവിടെ യഹോവയെ ദൈവം പറയുകയാണ്, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനില്ല, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇനി മറ്റു വന്നപ്പോൾ രണ്ടാമത് വേറൊരു ദൈവം വന്നില്ല എന്നുള്ള കാര്യവും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിന് 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പം 45-ൻ്റെ 18-ൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അവൻ നിർമ്മിച്ച്, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. അപ്പോൾ വേറൊരുത്തനുമില്ല എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തൃത്വം പറയുന്നു, രണ്ടാമനാണ് വന്ന് രക്ഷിച്ചത് നമ്മളെ, അല്ലേ? യെശയ്യാവിൻ്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും, വീഞ്ഞ് പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും. യഹോവയായ ഞാൻ നിൻ്റെ രക്ഷിതാവും യാക്കോബിൻ്റെ വീരൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനുമാകുമെന്ന് സകല ജഡവും അറിയുമെന്ന് 49-ൻ്റെ 26-ൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, നമുക്ക് കാണാൻ കഴിയുന്നു. ഈ യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ 60-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 16-ാമത്തെ വാക്യത്തിലേക്ക്, നീ ജാതികളുടെ പാൽ കുടിക്കും, രാജാക്കന്മാരുടെ മുല കുടിക്കും, യഹോവയായ ഞാൻ നിൻ്റെ രക്ഷകനെന്നും യാക്കോബിൻ്റെ വല്ലഭൻ നിൻ്റെ വീണ്ടെടുപ്പുകാരെന്നും നീ അറിയുമെന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി യെശയ്യാവിൻ്റെ പുസ്തകം 63-ാം അധ്യായം 8-ഉം 16-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, യെശയ്യാവിൻ്റെ പുസ്തകം 63-ാം അധ്യായം അതിൻ്റെ 8-ഉം 16-ഉം വാക്യങ്ങൾ, 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ എൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു എന്നവിടെ കാണുന്നു. അപ്പോൾ ഇതെല്ലാം ക്രിസ്തുവിന് നിഴലാണ്. സത്യത്തിൽ ഈ പ്രവചനമെല്ലാം യേശു ക്രിസ്തു വരുന്നതിൻ്റെ നിഴലായിട്ട് തന്നെ
നമുക്ക് ഇതിനെയൊക്കെ കാണാം. 16-ാമത്തെ വാക്യത്തിലൂടെ ഞാൻ വായിക്കാം. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമമെന്ന് അവിടെ അവിടെ വ്യക്തമായിട്ട് യുഗാരംഭം മുതലേ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ് യഹോവയായ ദൈവം നിന്റെ നാമം എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായം 8-ാം വാക്യം, ഇസ്രായേലിൻ്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന് രക്ഷിതാവുമായുള്ളവൻ ഈ ദേശത്ത് പരദേശിയെപ്പോലെയും ഒരു രാപ്പാർക്കുവാൻ മാത്രം കൂടാരമടിക്കുന്ന വഴിവെക്കനെ പോലെയും ആയിരിക്കുന്നത് എന്തെന്ന് അവിടെയും രക്ഷകനായിട്ട് യഹോവയായ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ വീണ്ടും നമ്മൾ ചില പുസ്തകങ്ങൾ കൂടി ഞാൻ വായിക്കുമ്പോൾ ഹോശേയയുടെ പുസ്തകം 13-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഹോശേയയുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഹോശേയ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. 13:4 എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഞാനോ മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ നീ അറിയുന്നതുമില്ല. 5-ാമത്തെ വാക്യത്തിൽ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ലല്ലോ. യഹോവ ദൈവം പറയുകയാണ്, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവുമില്ലല്ലോ എന്ന് പഴയ നിയമത്തിലെ ഭക്തന്മാർ പറയുന്നതും എഴുതി വച്ചിരിക്കുന്നതുമായ ഭാഗങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും യെശയ്യാവിൻ്റെ പുസ്തകം 25:9 വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുക, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനത്രയും നാം കാത്തിരിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനത്രയും നാം കാത്തിരിക്കുന്ന അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാമെന്ന് അവർ പറയും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അവൻ വന്ന് രക്ഷിക്കും, അല്ലേ? അവൻ വന്ന് രക്ഷിക്കും. ആരാണ് അവൻ വന്ന് രക്ഷിക്കുന്നത്? എങ്ങനെ വന്ന് രക്ഷിക്കും? യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, അവൻ വന്ന് രക്ഷിക്കും. അപ്പോൾ ഇതിൻ്റെ 35-ാം അധ്യായത്തിലും അതേ വാക്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 35-ാമത്തെ എങ്ങനെയാണ് ഇവൻ വന്ന് രക്ഷിക്കുന്നത്? 35-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അവൻ വന്ന് രക്ഷിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ എങ്ങനെയാണ് വരുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അതേ കാര്യം തന്നെ യെശയ്യാവ് പ്രവചിച്ചു വെച്ചിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവൻ എങ്ങനെ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അപ്പോൾ അവൻ വരും. എങ്ങനെയാണ്? ഒരു മാതാവിൻ്റെ ഉദരത്തിൽ അവൻ ജനിക്കും എന്നുള്ള കാര്യമാണ് അവിടെ യെശയ്യാവ് അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ആരെഴുതി വെച്ചിരിക്കുകയാണ്? യെശയ്യാവ് എഴുതി വെച്ചിരിക്കുകയാണ് തൻ്റെ തൂലികയിൽ. എന്താണ്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കും. അപ്പം നമുക്ക് രണ്ട് ദൈവങ്ങളുണ്ടോ? അപ്പോൾ നമ്മുടെ യഹോവയിൽ മറ്റൊരാളില്ല, അല്ലെങ്കിൽ മറ്റൊരുത്തനില്ല എന്ന് നമ്മൾ കുറച്ച് മുമ്പേ വായിച്ചു. അതേ കാര്യം തന്നെ യെശയ്യാവ് പറയുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അപ്പോൾ ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1:47 ഞാനൊന്ന് വായിക്കുകയാണ്. 1:47 1:47
1:47 എഴുതിയിരിക്കുകയാണ്, എൻ്റെ ആത്മാവ് രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? രക്ഷിതാവിൽ ഉല്ലസിക്കുന്നു. 47 വാക്യത്തിൽ ഇനി എഴുതിയിരിക്കുകയാണ്, 71 വാക്യത്തിൽ, തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് എന്നവിടെ കാണുന്നു. അപ്പോൾ അവിടെയെല്ലാം കാണുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്? യേശുക്രിസ്തു വരും, ദൈവം ജഡത്തിൽ വെളിപ്പെടും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. 2:11 വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 2:11 നമ്മൾ വായിക്കുന്നു, എങ്ങനെയാണ് അവൻ വന്ന് രക്ഷിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. കർത്താവായ ക്രിസ്തു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുകയാണ്. എന്തിനാണ്? അവൻ്റെ പദ്ധതി, രക്ഷാ പദ്ധതിയെക്കുറിച്ച് യെശയ്യാവ് എഴുതിയ അതേ കാര്യം തന്നെ. അപ്പോൾ ശിശു ജനിക്കുകയാണ്, അല്ലേ? അപ്പോൾ അവിടെ ശിശു ജനിച്ചതിനെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ 10 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം 2:10 വാക്യത്തിലേക്ക്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അവൻ വന്ന് രക്ഷിക്കും എന്ന് കാത്തിരുന്നത്, അല്ലേ? അപ്പോൾ കാത്തിരുന്നു. 38 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ആ നാഴികയിൽ അവളും അടുത്തു നിന്നു ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. അപ്പോൾ അവൻ വന്ന് രക്ഷിക്കും. ദൈവം ജഡത്തിൽ വന്ന് രക്ഷിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. അത് ഈ കാര്യം തന്നെ ഇവിടെ പകർത്തി എഴുതിയിരിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ വരവ് എല്ലാവരും സന്തോഷിക്കുകയാണ്. 2:11 പറഞ്ഞതുപോലെ, കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്? യഹോവയായ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയാണ്. ഞാൻ വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ്? ഒരു മാറ്റവുമില്ല. കർത്താവ് തക്ക സമയത്ത് എന്തു ചെയ്യുന്നു? രക്ഷിക്കുന്നു, വിടുവിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ യെശയ്യാവ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ യെശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ യഹോഭക്തിയുടെ ആത്മാവ് തന്നെ. അപ്പോൾ അങ്ങനെ എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവം ജഡത്തിൽ വെളിപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവിടെയെല്ലാം ഒരു കാര്യം തന്നെയാണ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ 4 വാക്യം, 11 യെശയ്യാവിൻ്റെ പുസ്തകം 11 4 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ ദരിദ്രന്മാർക്ക് നീതിയും ന്യായവും പാലിച്ചു കൊടുക്കും, ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കും, അവൻ്റെ വായ എന്ന വടി കൊണ്ട് ഭൂമിയെ അടിക്കും, തൻ്റെ അധരം കൊണ്ട് ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ ബദലായിട്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4 നമ്മൾ വരുമ്പോൾ 4 നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം
4-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവിടെ ഏതാണ്ട് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഇങ്ങനെയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം, പ്രവചന പുസ്തകം അവൻ കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതേ കാര്യം തന്നെ യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. 61:1: എളിയവരോട് സദ്വാർത്തനം ഘോഷിക്കാനും യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട്, യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? യഹോവയായ ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ വന്നു നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ക്രൂശമരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട സ്ഥലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, എന്നാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസന പാത്രമായി രോഗം ശീലിച്ചവനുമായി ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശും മരണവും താൻ അനുഭവിക്കുന്ന പീഡകളെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2 യഹോവയുണ്ടോ? യഹോവ തന്നെ പറയുന്നു, എന്നിൽ മറ്റൊരാളില്ല എന്ന് പറയുമ്പോൾ മറ്റൊരുത്തൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്, ദൈവത്തിൽ മറ്റൊരാളില്ല, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ്, അല്ലേ? അവൻ ഇളയ തൈ പോലെയും ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ അവൻ്റെ മുമ്പാകെ വളരും. അവൻ രൂപഗുണമില്ല, കോമളത്വമില്ല. ഇതവൻ ക്രൂശിൽ അവൻ പിടയുമ്പോൾ അവന്, അല്ലേ? ഇതേ കാര്യം തന്നെയാണ് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായിട്ട് ചേർന്ന് വായിക്കുമ്പോൾ ഇത് വളരെ അധികം എന്താണ് ഇതും തമ്മിൽ ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇതേ കാര്യം തന്നെയാണ് 43-ലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. 43-ൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. എന്താണ്? കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പിടിവഴി നിരപ്പാക്കുവീൻ, അല്ലേ? എല്ലാ താഴ്വരയും നികന്നു, എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞതും ചൊവ്വയുമായ ദുർഘടങ്ങൾ സമമായും തീരണം. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു വഴി നിരപ്പാക്കുവീൻ എന്ന് വളരെ വ്യക്തമായിട്ട്. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് യെശയ്യാവിൻ്റെ പുസ്തകം അതുപോലെ തന്നെ സുവിശേഷങ്ങളിൽ അതുപോലെ തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി വളരെ വ്യക്തമായിട്ട് 9:6 നമ്മൾ വായിച്ചു, അല്ലേ? നമുക്കൊരു ശിശു ജനിക്കപ്പെട്ടു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് 2 ദൈവമുണ്ടോ? ഇല്ല. അപ്പോൾ പല ആളുകളും പറയും അത് എന്താണ്,
നമുക്ക് രണ്ട് പിതാവും ഉണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കെന്താണ്, ഒരു പിതാവേ ഉള്ളൂ. രണ്ട് പിതാവൊന്നും നമുക്കില്ല, രണ്ട് ദൈവവും നമുക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്ന, തത്വത്തിൽ മൂന്ന് പേര് ഉണ്ടെന്ന് തൃത്വം പഠിപ്പിക്കുമ്പോൾ ദൈവവചനം പറയുന്നു ദൈവം ഏകനാണ്, ഒരുവനാണ്, അവൻ രക്ഷകനായിട്ട് ഭൂമിയിൽ വന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ആ പേരെന്തിനാണ് അവന് നൽകിയത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യേശു ക്രിസ്തു ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലേ? ജനത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് പിടിപ്പിക്കേണ്ടതിന് അവന് യേശു എന്ന പേര്, അതായത് ജനത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് പിടിപ്പിക്കേണ്ടതിന്, അല്ലേ, രക്ഷകനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അഭിഷക്തനായ രക്ഷകൻ എന്നുള്ള അർത്ഥത്തിലാണ് യേശു എന്ന പേര് അവൻ നൽകിയിരിക്കുന്നത്, അല്ലേ? വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ്, ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഗബ്രിയേൽ ദൂതൻ പറയുന്ന കാര്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ജനത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അവൻ യേശു എന്ന പേരിടണം, അല്ലേ? ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരിടണം. അവിടെ എഴുതിയിരിക്കുന്ന വളരെയധികം, അതായത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവളൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തിന് അവനെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. അപ്പോൾ 22-ാമത്തെ വാക്യത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കണം. അപ്പോൾ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷകൻ എന്നുള്ള അർത്ഥത്തിലാണ് യേശു എന്ന പേര് ഇടണമെന്ന് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം മറിയോട് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് രക്ഷകനായി യേശു ക്രിസ്തു, അതായത് ഏക രക്ഷകനായി യേശു ക്രിസ്തു വന്നു എന്നുള്ളതാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന സുവിശേഷങ്ങളിൽ ഒന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഒരിക്കലും യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യനായിട്ട് മാത്രം കാണുന്നവർ പോലും അതിനെ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചമിരളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അവൻ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദൈവം ഒരു വചനം അയക്കുകയാണ്. പലപ്പോഴും ദൈവം ഒരു വചനം അയക്കുകയാണ്. വചനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വചനം എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തിയൊന്നുമല്ല. ആ ദൈവം ഒരിക്കൽ പറഞ്ഞത് പിന്നീട് അത് പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ തന്നെയാണ് രക്ഷകൻ, ഞാൻ തന്നെ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് രണ്ട് ദൈവങ്ങളോ രണ്ട് വ്യക്തികൾ ചേർന്ന ദൈവമോ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികൾ ചേർന്ന ദൈവമൊന്നും നമുക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ തൃത്വക്കാർ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്, 3 പേർ കൂടുന്നതാണ് ദൈവമെന്ന്. ഒരിക്കലും പറയുവാനായിട്ട് ദൈവവചനം അങ്ങനെ അനുവദിക്കുന്നില്ല. ദൈവവചനം പറയുന്നു ദൈവം ഏകനായ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു രക്ഷിതാവായിട്ട്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം
രക്ഷിതാവായിരുന്നു. ആ രക്ഷിതാവായ ദൈവം ജഡത്തിൽ വെളിപ്പെടുന്ന പുതിയ പദ്ധതിയിൽ മനുഷ്യനെ വിടുവിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം അത് മഹത്വത്തിന് അത് കാരണമായി തീരുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ജോലിയില്ലാതെയും ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്തവരെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് പൂർണ്ണമായ സൗഖ്യം, എത്ര വലിയ രോഗമാണെങ്കിലും കർത്താവ് പൂർണ്ണമായ സൗഖ്യം, വിടുതലും ഈ ദിവസങ്ങളിൽ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരുന്നാട്ടെ. ഈ ദിവസങ്ങളിൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കിട്ടിയ സ്തോത്രം, മാനവ മഹത്വോപജനം എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം.